ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ നമ്മളൊരു അമ്പലത്തിൽ പോയിട്ടുണ്ട്. അതിൻ്റെ വിശേഷം പറയാം കേട്ടോ. ഈ ധർമ്മദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടേ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻസസ്റ്റേഴ്സ് പൂജിച്ചതും വഴിപാടും പൂജകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ചില അമ്പലങ്ങളോ ചില ദേവതകളോ കാണും. ഈ സർപ്പങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ മൂർത്തികളുണ്ടല്ലോ പൂജിക്കുന്നത്. അപ്പം റീസെൻ്റ്ലി ഞങ്ങളുടെ ഒരു കസിൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു, നമ്മുടെ അച്ഛമ്മയുടെ അച്ഛൻ വഴിപാടൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു അമ്പലം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മക്കളുടെ ജനറേഷൻ തൊട്ട് അവിടെ ഒന്നും വഴിപാട് കഴിപ്പിക്കാറില്ല, അങ്ങനെ അത് മുടങ്ങിക്കിടക്കുവാന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതറിഞ്ഞ് അങ്ങനെ നമ്മൾ ചെയ്യരുതാത്ത കാര്യമാണല്ലോ അങ്ങനെ. പിന്നെ നമ്മുടെ ലൈഫിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഇതുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ അമ്പലത്തിൽ പോയതായിരുന്നു. അപ്പോൾ സാധാരണ അമ്പലത്തിൽ പോകണം മസാല ദോശ തന്നെയാണ്. പക്ഷേ ഈ അമ്പലത്തിലുണ്ടല്ലോ നമുക്ക് രാവിലെ ഉച്ചയ്ക്കും ഒക്കെ ഫുഡ് കിട്ടി. നല്ല പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. ഈ അമ്പലം വരുന്നത് എറണാകുളത്ത് നമ്മുടെ എയർപോർട്ടിൻ്റെ സൈഡിലായത് തന്നെ ഫുൾ ടൈം എയ്റോപ്ലെയിനായിരുന്നേ. അപ്പോൾ നമ്മളിങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വഴിപാടൊക്കെ കഴിച്ചു. ഈ ധർമ്മദൈവങ്ങളുടെ അമ്പലത്തിൽ നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും പോയി നമ്മൾ ചെയ്യാനുള്ള വഴിപാടൊക്കെ ചെയ്യണം. അത് കടമയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് കടം വയ്ക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വഴിപാടൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതേ ചോറുണ്ണ സമയമായി. സാമ്പാറും എരിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു ഫുഡ്. അപ്പോൾ ചതയം ആയതുകൊണ്ട് വരുന്ന വഴിക്ക് ഫുള്ളിയും കാവടിയും ചെണ്ടമേളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ നമ്മുടെ പ്രസാദം കൊടുക്കണമല്ലോ, അതൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് ചതയമാണ്. നമ്മുടെ മാവേലീനെ അന്ന് ചതച്ച് കളയണമെന്നാണ് പറയുന്നത്. പക്ഷേ മാവേലിയോട് ചതച്ച് കളയാൻ മനസ്സ് വന്നില്ല. അപ്പോൾ തിരിച്ച് നമ്മളൊരു ചെടിയുടെ അടി വെച്ചു. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ അങ്ങ് പൊടിഞ്ഞു പൊക്കോളും. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബായ്.